വിവരങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ചോദ്യം ചെയ്യലിൽ പ്രതികരണങ്ങളിൽ നിന്ന് നടൻ ജയറാം ഒഴിഞ്ഞു മാറുന്നു എന്നതാണ് ആ വിവരം. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മാത്രമായിരുന്നു ജയറാമിന്റെ പ്രതികരണം. ജിബിൻ JB തിരുവനന്തപുരത്ത് വിവരങ്ങളുണ്ട്. നമുക്ക് ജയറാമിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. ജിബിന്റെ റിപ്പോർട്ടിലേക്ക് വരാം. സ്വാമിയെ എന്നെ വിട്ടേക്കൂ. മൊഴിയെടുത്തിരുന്നു. അന്വേഷണ സംഘം വീട്ടിലെത്തി സാറിന്റെ മൊഴിയെടുത്തു എന്ന് പറയുന്നത് ശരിയാണോ? ജയറാമിന്റെ ചെന്നൈയിലെ വസതിയിലെത്തി ഏതാണ്ട് 1 മണിക്കൂറിലധികം നേരം ജയറാമിനെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പോറ്റിയുമായുള്ള ജയറാമിന്റെ ബന്ധത്തിന്റെ ആഴം അളക്കുകയായിരുന്നു ആ ചോദ്യങ്ങളിലൂടെ SIT ഉദ്ദേശിച്ചത്. ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ, പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ ആരൊക്കെയായിട്ടുണ്ടെന്ന കാര്യങ്ങളിലെ പരിശോധനയുടെ കൂടി ഭാഗമായിട്ടായിരുന്നു ജയറാമിനെ ചോദ്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിനും ജയറാം ഇന്ന് മറുപടി പറഞ്ഞിട്ടില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മാത്രമാണ് ജയറാം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരിക്കുന്നത്. ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ, ഏറ്റവും ചുരുങ്ങിയത് SIT വീട്ടിൽ വന്നിരുന്നോ എന്ന ഒരു സാമാന്യമായ ചോദ്യത്തിന് പോലും ജയറാം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു, അല്ലേ? അത് തന്നെയാണ്. കാരണം മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും ജയറാമിന് മറുപടിയില്ലായിരുന്നു. എല്ലാത്തിനും കൈകൂപ്പിക്കൊണ്ട് സ്വാമി ശരണമയ്യപ്പ എന്നുള്ള ഒരു വാക്ക് മാത്രമാണ് ജയറാമിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമായി ലഭിച്ചത്. നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നടൻ ജയറാമിനെ ചെന്നൈയിലെ വീട്ടിലെത്തിയാണ് SIT ഏകദേശം 1 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളും അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ 2019 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അത് പണികൾ പൂർത്തിയാക്കി ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജകൾ നടത്തിയിരുന്നു. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പൂജകൾ നടന്നു. പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് നടന്ന പൂജയിലും ജയറാം പങ്കെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് SIT ജയറാമിന്റെ വീട്ടിൽ ചെന്നൈയിലെത്തി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഈ പോറ്റിയുമായി മറ്റ് യാതൊരു, അതായത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പോറ്റിയുമായി യാതൊരു ബന്ധമില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ആ സമയത്ത് ജയറാം വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, അതായത് SIT ജയറാമിനെ ചോദ്യം ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ജയറാമിന്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. പക്ഷേ ജയറാമിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രതികരണവും ലഭിച്ചില്ല. അതായത് ജയറാമിന്റെ വീട്ടിൽ SIT എത്തിയിരുന്നു എന്നുള്ള ഒരു കാര്യത്തിന് പോലും ജയറാമിന് വ്യക്തമായ ഒരു മറുപടി ഇല്ലായിരുന്നു. ശരി, ജയറാം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതേസമയം ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിൽ SIT കഴിഞ്ഞ ദിവസം എത്തി ഏതാണ്ട് 1 മണിക്കൂറോളം ജയറാമിനെ ചോദ്യം ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാനോ അതിലെന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കാനോ ജയറാം തയ്യാറായിട്ടില്ല. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും. ജിബിൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.